ഉർവശി മലയാള സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഉർവശി മാറി. മാത്രമല്ല ഉർവശിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, സാധാരണ ഇതിലൊരു സിനിമയിൽ ഇന്നൊക്കെ ആൾക്കാർ നായികമാർ വളരെ ചൂസിയാണ്. എന്താ കാരണം വെച്ചാൽ ആരാണ് നായകൻ, ആരാണ് എൻ്റെ ഒപ്പം അഭിനയിക്കുന്ന മറ്റ് നടികൾ, എത്രത്തോളം ഉണ്ട് സ്ക്രിപ്റ്റിൽ എൻ്റെ സ്ഥാനം, ഇതൊന്നും ഉർവശി ശ്രദ്ധിച്ചിരുന്നില്ല. ഒരുപാട് നായികമാരുള്ള സിനിമയിൽ ഉർവശി വളരെ കൂളായിട്ട് അഭിനയിച്ചു. ചെറിയ കുശുമ്പും കുന്നായ്മയും കുനിഷ്ടൊക്കെ ഇല്ലേ മനസ്സിൽ? സത്യമായിട്ടും നിർമ്മലമായതുകൊണ്ടൊന്നുമല്ല. കാരണം ഞാൻ തന്നെ ഇതിനകത്ത് യോജിച്ച ആളല്ലാന്നൊരു തോന്നല് മനസ്സിലുണ്ട്. പിന്നെ എന്നെ ഇവരെന്തിനു വിളിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം കിടപ്പുണ്ട്, അതും കിടപ്പുണ്ട്. പിന്നെ അതിനെപ്പോയോ എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു റോൾ എന്നെ വിശ്വസിച്ച് ഇവരെങ്ങനെ ഏൽപ്പിക്കുന്നു, ഇത് അഭിനയിച്ച് തീരുന്നത് വരെ ഇതിന് അഭിനയിച്ചതാണോ എന്നുള്ളൊരു തോന്നൽ പോലും നമുക്കില്ല. പിന്നെ എന്നേക്കാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളവരെന്നൊരു വിശ്വാസം അതെന്നും ഉണ്ടായിട്ടുണ്ട്. കൂടെ അഭിനയിക്കുന്ന മറ്റ് നടികൾ ഉർവശിയേക്കാൾ സൗന്ദര്യമുള്ളവരുണ്ടാകാം, സൗന്ദര്യം ഇല്ലാത്തവരുണ്ടാകാം, ഉർവശിയേക്കാൾ കൂടുതൽ തീഷ്ണമായിട്ടുള്ള റോളുള്ളവരുണ്ടാകാം, ഡയലോഗുള്ളവരുണ്ടാകാം, നായകനുമായിട്ട് കുറച്ചുകൂടി റോളുണ്ടാകാം, പാട്ടുണ്ടാകാം, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. സിനിമയിലൊക്കെ വലിയ പ്രശ്നമാണല്ലോ. അതൊന്നും നോക്കാറില്ലായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഒരുവിധം ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസയും തന്ന്, എനിക്ക് നല്ല താമസ സൗകര്യവും തന്നു, നല്ല ഫുഡ് തന്നു, നല്ല ഫുഡ് എല്ലാം ചെയ്തു തരുന്ന അവർക്കറിയില്ലേ എന്നെ വെച്ച് എന്താ ക്യാരക്ടറാ ചെയ്യിക്കേണ്ടെന്നുള്ളത്. അത് അവർക്കറിയില്ല. ചോറും മീൻകറി കിട്ടിയിരിക്കണം, പിന്നെ അവസാനം അതൊന്നും അല്ല പറഞ്ഞേ. ബ്രിട്ടാസ് ഒരു പടം എന്നെ വെച്ച് എടുക്കുന്നു, എന്നെ കുറിച്ച് ഒരുവിധം അറിഞ്ഞിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് അല്ലേ? ഞാൻ സങ്കല്പത്തിലാണല്ലോ അതല്ലേ? ഇല്ല, എടുക്കത്തില്ലേ? എടുക്കാലോ, ഒരു കുഴപ്പമില്ല. എടുക്കാൻ ഒക്കോ ഇല്ലയോ? ഇതൊരു പുതിയ ഐഡിയ ആണ്. ഒന്ന് എടുത്താലോ ഉർവശി? എടുക്കാലോ. പൈസ ചോദിക്കരുത്, ഞാൻ തരുന്നത് മാത്രം ആകണം. നോക്കാം. പക്ഷെ അത് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഒരു ആർട്ടിസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. സിനിമ വിജയിച്ചാൽ അതിന്റെ ഒരു പെർസെന്റേജ് തന്നേക്കാം, തരും. കള്ളക്കണക്കൊന്നും കാണിക്കും ഒരിക്കലും ഇല്ല. കണക്ക് ഉർവശി ഏൽപ്പിച്ചേക്കാം. കണക്കിന്റെ കാര്യത്തിൽ അത്ര മോശക്കാരിയൊന്നും അല്ലാന്ന് എനിക്ക് അറിയാം. ശരി, ഏൽപ്പിച്ചു. ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇരുത്തിക്കൊണ്ട് ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, അപ്പൊ ഒരുപാട് നടികളുണ്ട്, ക്ലൈമാക്സിൽ സീന്, പാട്ടുരംഗങ്ങള്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരിക്കലും. ഇല്ല. മറ്റുള്ളവർ പക്ഷെ അത് നോക്കിയിട്ടുണ്ടല്ലോ. അല്ല, നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പലരെ കുറിച്ചും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉർവശിയുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ എൻ്റെ 2 ഡയലോഗ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അത് അവിടെ കുറച്ചുകൂടെ മിഴിവ് ഉർവശിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല നടികൾ വന്ന് തന്തക്കാലത്ത് പറഞ്ഞിരുന്നു എന്ന് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 1-2 സിനിമകൾ അങ്ങനെ ഓർമ്മയുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെയാണ്? അയ്യോ, അതൊന്നും പറയാക്കൂല. നമ്മളിത് ജീവിതത്തിന്റെ ഒരു പ്രത്യേക വഴിത്തിരി. അവരൊക്കെ ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ ഇരിക്കുക, അതൊക്കെ കുളമാക്കണോ? ഇപ്പൊ അത് പറഞ്ഞിട്ട് അവരുടെ പക്വത ഇല്ലാത്ത പ്രായത്തിൽ പറയുന്നതല്ലേ അത്. ഇപ്പൊ അവര് നല്ല, അവർക്കും ഒരു മെച്ചൂർഡ് ആയല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും ഇന്ന് സജീവമല്ല. അപ്പൊ നമ്മൾ പറയുന്ന മോശമല്ലേ? അവര് വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ പോലെ ഞാനും ആ രംഗങ്ങളെ കുറിച്ചൊന്നും പറയണ്ടേ? വേണ്ട. പക്ഷെ ഉർവശി ഇന്ന് പറയുമ്പോ ഒരു തമാശ ആക്കണ്ട. ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞിരുന്നു. പക്ഷെ അവള് ഒരു പൊട്ടിക്കളിയായി കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അല്ല, വേണ്ട. അതൊന്നും മനസ്സിലിട്ടിട്ടില്ലല്ലോ. പക്ഷെ മറന്നും പോയിട്ടില്ല. അങ്ങനെയല്ല, അത് ഓർമ്മിപ്പിച്ചല്ലേ ഇപ്പം. ഓർമ്മിപ്പിച്ചാൽ അപ്പൊ എവിടെയോ അത് കിടക്കട്ടെ. അതൊക്കെ നമ്മൾ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പണ്ടൊക്കെ ആൽബം വരുമല്ലോ, ഇപ്പോഴത്തെ പോലെ ഒന്നും ഈ കമ്പ്യൂട്ടറിലൊന്നും ഇട്ടൊന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരാഴ്ച ആകുമ്പോൾ ഈ ആൽബം കാണാൻ അതിർത്തി. അപ്പം സിനിമയുടെ വലിയ ആൽബം കാണും. അപ്പം അതിനകത്ത് അതുവരെ എടുത്ത സീനിന്റെ ഒക്കെ ഇത് കാണും. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും എടുത്തു നോക്കുന്നത് വലിയ ഫോട്ടോ ആയിട്ട് നമ്മുടെ ഉണ്ടോ, എന്നാൽ അത് പോസ്റ്ററിന് പോകും. അപ്പം വലിയ ഫോട്ടോ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പോസ്റ്റർ വരുമെന്നുള്ളതാണ്. അപ്പം അതെടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും മിക്കവാറും ഉള്ളിടത്ത് എൻ്റെ ഫോട്ടോ ആയിരിക്കും വലുതായിട്ട് പല എക്സ്പ്രഷനിൽ. അപ്പം ചിലത് കുറഞ്ഞു പോയാൽ നേരിട്ട് ചോദിക്കുന്നവരുണ്ട്, ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്തോ ഉർവശിയുടെ പടം മൊത്തം വലുതായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷെ എനിക്കത് തോന്നിയിട്ടേ ഇല്ല. അതൊക്കെ അപ്പോഴത്തെ അത്ര ഒരു വികാരം ഉർവശിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം വെച്ചാൽ ഉർവശിയുടെ പടം എപ്പോഴും വലുതായിട്ട് പോസ്റ്ററിൽ വെച്ചിരുന്നുകൊണ്ടാണ്. ഒരു പക്ഷേ നല്ലൊരു അഭിനയം കാഴ്ചവെച്ച ശേഷം ഉർവശിയെ വളരെ ചെറുതാക്കി കാണിച്ചിരുന്നെങ്കിൽ അവർക്കുണ്ടായിരുന്ന അതേ വികാരം വേണമെങ്കിൽ ഉർവശിക്ക് ഉണ്ടായിക്കൂടായിരുന്നു. ഇല്ലല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഒരു സീനിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പോയി അഭിനയിച്ചിട്ടുണ്ടല്ലോ, പൈസയും വാങ്ങിക്കാതെ. ഉർവശി അതിനകത്തൊരു സീനുണ്ട്, ഉർവശി പറഞ്ഞ് ചെയ്ത അതിനൊരു ഇമ്പോർട്ടൻസ് വരും എന്ന് പറഞ്ഞ് ചെയ്ത പടങ്ങളുണ്ട്. ഇപ്പൊ യോധയൊക്കെ അങ്ങനെ ചെയ്ത പടങ്ങളാണ്. സന്തോഷേട്ടൻ, പിന്നെ സംഗീതേട്ടനൊക്കെ നമുക്ക് അവരുടെ ആദ്യത്തെ പടം വ്യൂഹം ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടറാണ്, 1-2 സീനേ കാണുള്ളൂ ഉർവശി. പക്ഷെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും.